നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്കാണ് ആദ്യം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതികളെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ജിൻസ്, ഈ പ്രതികളുടെ രാഷ്ട്രീയം സംബന്ധിച്ച സംവാദങ്ങൾ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രധാനമായും നടന്നത്. അതെന്തുമാകട്ടെ, എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് കാരണം? അത് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത്? അതിന്റെ ചുരുൾ അഴിക്കേണ്ടത് പോലീസാണ്. ആ നിലയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 18 പേരെയും ഇന്നലെ പിടികൂടുകയുണ്ടായി. എന്തായാലും നിലവിൽ ഈ ആദ്യം പിടിയിലായ 6 പ്രതികളെ തിങ്കളാഴ്ച വരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ ഈ കേസ് അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള കൽപ്പറ്റ ഡിവൈഎസ്പി കെ സജീവന്റെ ആവശ്യപ്രകാരമായിരുന്നു ഈ കോടതി നടപടി ഉണ്ടായിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം ഈ പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ സിദ്ധാർത്ഥിനെ പീഡനത്തിന് ഇരയായിട്ടുള്ള പ്രധാനമായിട്ടുള്ള 4 സ്ഥലങ്ങളിലായിരിക്കും ഈ പ്രതികളെ തെളിവെടുപ്പ് നടത്തുക. ഈ ഹോസ്റ്റൽ മുറിയും അതുപോലെ തന്നെ മറ്റ് ഈ ക്യാമ്പസിനോട് ചേർന്നിട്ടുള്ള 2-3 പ്രദേശങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പിന് ഈ പ്രതികളെ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ പ്രതികൾക്കെതിരെ ആത്മഹത്യ പ്രേരിപ്പിക്കൽ, റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള കേസുകളാണ് ഈ പ്രതികൾക്കെതിരെ എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കേസുകളിലേക്ക് ഈ വകുപ്പുകൾ ചേർക്കും എന്നുള്ള കാര്യവും അറിയുന്നുണ്ട്. എന്തായാലും നിലവിൽ വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. ഈ പ്രതികളിൽ നിന്നും കൃത്യമായി ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സംഭവം എന്ന് അറിയേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അതേസമയം തന്നെ ഈ കേസിൽ ഇനിയും പ്രതികളുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ജിൻസ് തോട്ടുങ്കര നൽകിയത്. എന്തായിരുന്നു ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതിന്റെ ചുരുളഴിക്കാനാണ് ഇനി പോലീസിന്റെ ശ്രമം. അതേസമയം സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി. നെടുമങ്ങാട്ട് വീട്ടിൽ എത്തി മാതാപിതാക്കളെ കണ്ടു. BJP നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. അവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം, അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്ത് തെറ്റ് ചെയ്തിട്ടാണല്ലേ എല്ലായിടത്തും പോയി പറയുന്നത്? ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തു നിന്നും കേൾക്കുന്നതുമാണ്. നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. കഴിഞ്ഞ